ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞാന് ഇപ്പൊ എങ്ങോട്ടാ പോകുന്നതല്ലേ, എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല. വെറുതെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പം ന്യൂ ഇയർ അല്ലേ, എങ്ങോട്ടും പോയില്ല, വീട്ടിൽ തന്നെയായിരുന്നു. സുഖമില്ലായിരുന്നു, ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഇപ്പൊ കുറെ ലൈവ് പോലും വരാത്തത്, രാത്രി ആകുമ്പോ തുടങ്ങും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ. അപ്പൊ ഇന്ന് നല്ലൊരു ദിവസമായിട്ട് എങ്ങോട്ട് പോയില്ലെങ്കിൽ സങ്കടല്ലേ. അപ്പൊ ഞാന് ഇവനോട് പറഞ്ഞ് നമുക്കൊന്ന് വെറുതെ പുറത്ത് പോയാലോ എന്ന് ചോദിച്ചു. ഇന്നലെ രാത്രി പോകാന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പൊ ഇന്ന് പോവാന്ന് വിചാരിച്ച്. അപ്പൊ ഇപ്പൊ ഇങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് കറക്റ്റ് ഞങ്ങൾക്ക് അറിയില്ല. വെറുതെ വണ്ടി എടുത്ത് ഇറങ്ങാം, ഓക്കെ ഇറങ്ങിയതാണ്. അപ്പൊ നമുക്ക് നോക്കാം, നോക്കാന്നല്ല, നമുക്ക് നോക്കാം എവിടെ എത്താം. ഗായ്സ്, കുറച്ച് ഇന്ധനം നിറയ്ക്കാം. 1000 പെട്രോൾ ആണേ ചേട്ടാ. ഇപ്പൊ 1000 ട്രിപ്പേ ഉള്ളൂ. ഡൺ. ഓക്കെ, റൂട്ട് തെറ്റിയോന്ന് സംശയം. പക്ഷെ ഇത് തന്നെയാണ്. അല്ല, ഈ സൈഡാ വരുന്നത്. ഡിപ്പോ സാധാരണ മെയിൻ റൂട്ട് ഇത് തന്നെയാണ് റൂട്ട് ഗൈസ്. എനിക്ക് തെറ്റാറില്ല. എനിക്ക് ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യം പോയാൽ മതി, പിന്നെ ആ വഴി. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായി. ആണെന്ന് ഞാൻ പറയുന്നത് ആണ്. മാപ്പ് പറയുന്നത് ഇല്ല, ശിവൻ പറയുന്നല്ല. അതെഴുതുന്നത് ജാനകിക്കാട്ട്. എടാ, കുറ്റിയാടി ചോരത്തേക്ക് എങ്ങോട്ടാ? ലെഫ്റ്റാ? ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? ഇങ്ങനെ റോഡൊക്കെ ഉണ്ട്. വഴി തെറ്റിയൊന്നും അല്ല ഞങ്ങൾക്ക്. ഞാൻ വഴി തെറ്റിക്കാറില്ല. എനിക്ക് വഴി തെറ്റിക്കാൻ അറിയത്തില്ല. വയനാട് ട്രിപ്പ് 3G ആയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. റോഡ് പണി, ബ്ലോക്ക് കാര്യങ്ങളായി ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. നല്ല ബ്ലോക്ക് ഉണ്ട് ഗൈസ്. ഇവിടുത്തെ കാടമുട്ട അടിപൊളിയാണ്. ഹായ്. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മളെ കുറ്റിയാടി ചുരത്തിലാണുള്ളത്. ഇവിടെ ഞാൻ വിചാരിച്ചു നല്ല തിരക്കൊക്കെ ആയിരിക്കുമെന്ന്. പക്ഷെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് പേരുണ്ട്, നോർമലി ഉണ്ടാകുന്നത്. മീൻസ് ന്യൂ ഇയർ ഡേ ഒക്കെ ആയതുകൊണ്ട് ഫുൾ ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പം സമയം 10 മണി ആവാറായി. അപ്പം തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. 2 പേർക്കും വലിയ സുഖമൊന്നുമില്ല, മീൻസ് അസുഖമാണ്. അപ്പം നമ്മൾ പോകാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഫുഡ് കഴിക്കണം. അങ്ങനെ ഞങ്ങള് തിരിച്ചു പോവാണ്. എന്താ പറയാനുള്ള അർജുന്? ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാണ്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാണ്. ഓഹോ, സത്യത്തില് നീ ആരാ? അതെ, കാടെങ്കിലും കിട്ടി. എന്താ അർജു കഴിക്കുന്ന? ഇത് കടിയങ്ങാടുള്ള ഫ്ലേവറി എന്ന് പറയുന്ന ഒരു ഡൈൻ വിത്ത് ഫ്ലേവർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആണ്. അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് അടിപൊളിയാട്ടോ. അർജു തീ അവിടെ പേയ്മെന്റ് ചെയ്ത് കൊണ്ട് നിൽക്കുന്നു. നല്ല ഫുഡായില്ലേ അർജു? നല്ല ഫുഡായിരുന്നു കേട്ടോ ഗൈസ്. അപ്പൊ സമയം ഇപ്പൊ 11 സംതിങ് ആയിട്ടുണ്ട്. നമ്മള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാൻ, വണ്ടിയൊന്നും ഇല്ലാത്തോണ്ട്. അപ്പോ ഈ വർഷത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അടുത്ത ന്യൂ ഇയറിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരോടും ബൈ.